അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറന്നേക്കരുത്. പിന്നെ നിങ്ങളിൽ പലരും കോൺട്രാക്റ്റ് വൈഫ് എന്നെൻ്റെ കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ സ്റ്റോറി ഇടുന്തോറും ചാനലിൻ്റെ ഗ്രോത്തിനെ അത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ സ്റ്റോറി ഞാൻ ഇപ്പോൾ എഴുതാതെ വെച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾക്കത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രതിലിപിയിൽ എൻ്റെ അക്കൗണ്ടിൽ ആ സ്റ്റോറി അവൈലബിൾ ആണ്. സൂര്യകാന്തി പെണ്ണ് സൂര്യകാന്തി എന്നാണ് എൻ്റെ ID നെയിം. അപ്പോൾ അതിൽ ആ സ്റ്റോറി കംപ്ലീറ്റഡ് ആണ്. താല്പര്യമുള്ളവർ അതിൽ കയറി ഒന്ന് വായിക്കണേ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടേക്കണേ. കഥയിലേക്ക് അടക്കാം. എന്തിനാ നീ ഈ റൂമിലേക്ക് കയറിയത്? അബദ്ധത്തിൽ നിൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് കരുതി എൻ്റെ കൂടെ ഭാര്യയായി വാഴാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. രുദ്രൻ ദേഷ്യത്തോടെ അലറവേ നന്ദിനി കിലുകില വിറച്ചുപോയി. അവൾക്ക് ഭയം കൊണ്ട് ചുറ്റുമുള്ള ലോകം ഇരുണ്ടു വരുന്ന പോലെ തോന്നി. ഉമിനീർ പോലും ഇറക്കാൻ കഴിയാതെ അവൾ തരിച്ചു നിന്നു. അവൾക്ക് അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മ വന്നു. സമൂഹ വിവാഹം നടക്കുന്ന വേദിയിലേക്ക് അവളുടെ ചിന്തകൾ പാഞ്ഞുപോയി. രുദ്രൻ്റെ വല്യച്ഛൻ അരവിന്ദൻ നടത്തുന്ന സമൂഹ വിവാഹമായിരുന്നു അത്. 10 പെൺകുട്ടികൾക്കാണ് അദ്ദേഹം ജീവിതം ഒരുക്കാൻ പുറപ്പെട്ടത്. അതിലൊരു പെൺകുട്ടി നന്ദിനിയായിരുന്നു. നന്ദിനിക്ക് അമ്മ മാത്രമുള്ളൂ. അമ്മയെ വിട്ട് ഒരു വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് നന്ദിനി. പക്ഷെ ദിവസം കഴിയുന്തോറും മോശമായി കൊണ്ടിരിക്കുന്ന തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വേവലാതിയിലായിരുന്നു നന്ദിനിയുടെ അമ്മ യശോദ. തൻ്റെ കാലം കഴിയും മുമ്പേ മകൾക്കൊരു ജീവിതമാവണമെന്ന് ആ അമ്മ ആശിച്ചുപോയി. മോൾക്ക് എന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കാൻ ദാരിദ്ര്യം മാത്രം കൈമുതലായി ജീവിക്കുന്ന ആ അമ്മയുടെ പക്കൽ ഒന്നുമില്ല താനും. അങ്ങനെയാണ് അവർ സമൂഹ വിവാഹത്തിൽ എത്തിപ്പെട്ടതും. രുദ്രൻ്റെ അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. അതിന് പിന്നെ അവനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം വല്യച്ഛനാണ്. ഒരു രക്ഷാകർത്താവ് എന്നതിലുമുപരി ഒരു കാവൽക്കാരൻ എന്ന രീതിയിൽ ആയിരുന്നു രുദ്രന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടതും. രുദ്രൻ ഇന്ന് കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾക്കും ജീവിതത്തിനുമെല്ലാം അവന് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തത് ആ വല്യച്ഛൻ തന്നെയായിരുന്നു. തനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ ഒരു വാക്കും തട്ടാൻ രുദ്രന് സാധിക്കുമായിരുന്നില്ല. അത്രയും ബഹുമാനവും ഇഷ്ടവുമാണ് അവന് തൻ്റെ വല്യച്ഛനോട്. അത് തന്നെയാണ് അവന് വലിയ വിന ആയതും. ആ സമൂഹ വിവാഹത്തിൽ നിന്ന് നന്ദിനിക്കുറപ്പിച്ച ചെറുക്കൻ മാത്രം ഒഴിവായി പോയത് വലിയ ചർച്ചയായിരുന്നു. അതും മുഹൂർത്തത്തിന് തൊട്ടു മുമ്പേ. നാട്ടുകാരിൽ ചിലരെങ്കിലും ആ കാര്യത്തിൽ അരവിന്ദനെയും കുറ്റം പറഞ്ഞു. വല്യച്ഛൻ്റെ മേൽ പഴി ചാരാൻ മാത്രം അതിലൊന്നുമില്ല എന്ന് രുദ്രൻ നാട്ടുകാർക്ക് മുന്നിൽ വാദിച്ചു. ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഗുരുതരമായപ്പോൾ അരവിന്ദൻ രുദ്രനോട് ആവശ്യപ്പെട്ടതായിരുന്നു ഈ വിവാഹം. നന്ദിനിയുടെ കഴുത്തിൽ താലി ചാർത്താൻ തൻ്റെ വല്യച്ഛൻ തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ രുദ്രൻ ആദ്യമായി അദ്ദേഹത്തെ എതിർത്തു. അതിനവന് ശക്തമായൊരു കാരണവും ഉണ്ടായിരുന്നു. അശ്വതി, അതെ, രുദ്രൻ്റെ മുറപ്പെണ്ണ്. അറിവ് വെച്ചതു മുതൽ രുദ്രനും അശ്വതിയും പ്രണയത്തിലാണ്. ഒരിത്തിരി എടുത്തുചാട്ടവും മുൻചുണ്ടിയും ഉണ്ടെങ്കിലും രുദ്രന് ജീവനാണ് അവളെ. പക്ഷെ വല്യച്ഛന് പണ്ടു മുതലേ രുദ്രനും അശ്വതിയും കൂടെയുള്ള ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ല. സംഭവം രണ്ടുപേരും ബന്ധം കൊണ്ട് ഒരുപോലെയാണെങ്കിലും അശ്വതിയുടെ പല സ്വഭാവങ്ങളും അരവിന്ദന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്നേഹം കൊണ്ട് കണ്ണ് കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അശ്വതിയുടെ കുറവുകൾ രുദ്രന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തിരുന്നത്. നന്ദിനിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ വല്യച്ഛനുമായുള്ള ആത്മബന്ധം തകരുമെന്ന് രുദ്രന് തോന്നി. നാളിതുവരെ അദ്ദേഹം തന്നോട് ഒന്നിനും ആവശ്യപ്പെട്ടിട്ടില്ല. തനിക്കു വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടേ ഉള്ളൂ, എല്ലാം ത്യജിച്ചിട്ടേ ഉള്ളൂ. നിവൃത്തിയില്ലാതെ അവനതിന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ആ വിവാഹം വല്യച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാതെ ഇരിക്കാനുള്ളൊരു കാരണമായിട്ടേ രുദ്രൻ കണക്ക് കൂട്ടിയിരുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് തുടർന്നു കൊണ്ടുപോകണമെന്നവൻ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല. നിലവിളക്കും താലപ്പൊലിയും ഒക്കെ ആയിട്ട് തന്നെയാണ് രുദ്രൻ്റെ അമ്മ നന്ദിനിയെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. രുദ്രൻ്റെ അമ്മ ശ്യാമളക്കും എന്തോ അശ്വതിയെ ഇഷ്ടമല്ല. എല്ലാം കൂടെ രുദ്രന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്നെ മാത്രം സ്നേഹിക്കുന്ന തൻ്റെ അശ്വതിയെ താൻ ചതിച്ച പോലെയാണ് രുദ്രന് തോന്നുന്നത്. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളാം എൻ്റെ മുറിയിൽ നിന്ന്. എൻ്റെ വല്യച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കരുതി എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ പുറത്തേക്കാന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. രുദ്രൻ ദേഷ്യത്തോടെ നന്ദിനിയോട് അലറി. തൊട്ടടുത്ത നിമിഷം അവൻ മുറിയുടെ വാതിൽ തുറന്ന് അവളെ പുറത്തേക്ക് തള്ളിവിടാൻ ശ്രമിക്കവെയാണ് മുന്നിൽ നിൽക്കുന്ന അമ്മയെ അവൻ കാണുന്നത്.
എന്താ രുദ്ര? ശാന്തമായിരുന്നു അവരുടെ സ്വരം. ഇവിടെ ഇവിടെ എന്തിനാ മുറിയിലോട്ട് കയറ്റിവിട്ടെ? ആ സ്റ്റോർ റൂമിലെങ്ങാനും കിടക്കാൻ പറ. രുദ്രന് ദേഷ്യം വന്നു. നീ താലി കെട്ടിയ നിന്റെ ഭാര്യയെ സ്റ്റോർ റൂമിലല്ല, നിന്റെ കൂടെ ബെഡ്റൂമിലാണ് കിടത്തേണ്ടത്. ശ്യാമള പതിയെ പറഞ്ഞു. ഭാര്യയോ? ഇവളോ? ഒരു വാക്കിന് പുറത്ത് ഒരു താലി കെട്ടിയെന്ന് കരുതി ഇവളെ ജീവിതകാലം മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും കരുതണ്ട. രുദ്രൻ്റെ കണ്ണുകൾ ചുവന്നു കയറി. നന്ദിനി അത് കണ്ട് ഭയന്നും പോയി. നന്ദിനി പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ തന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നവൾ ഭയപ്പെട്ടു. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ? വിറക്കുന്ന സ്വരത്തിൽ നന്ദിനി ശ്യാമളയോട് ചോദിച്ചു. അവളുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ ആ അമ്മയുടെ മനസ്സ് അലിഞ്ഞുപോയി. അപ്പോഴേക്കു രുദ്രൻ ആ വാതിൽ കൊട്ടിയടച്ചിരുന്നു. അന്ന് ശ്യാമളക്കൊപ്പമാണ് നന്ദിനി കിടന്നത്. ഉറക്കം വന്നില്ല അവൾക്ക്. തൻ്റെ അമ്മ വീട്ടിൽ ഇപ്പോൾ തനിച്ചായിരിക്കുമെന്ന് ഓർത്തുപോയി നന്ദിനി. അതിനെല്ലാം ഉപരി രുദ്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ ഭയപ്പെടുത്തുന്നു. മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് കരുതിയിരിക്കുകയായിരിക്കും തൻ്റെ അമ്മ. മകൾ ഇവിടെ അനുഭവിക്കുന്നതറിഞ്ഞ ആ പാവം ചങ്ക് പൊട്ടി മരിച്ചു പോവും എന്നവൾക്ക് തോന്നി. എങ്ങനെയെങ്കിലും കുറച്ചു കാലം ഇവിടെ പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞ അമ്മയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ വീട്ടിലേക്ക് തന്നെ പോകണം എന്ന് നന്ദിനി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് പ്രഭാതം ഉണർന്നത് തറവാട്ടിലെ അന്തരീക്ഷത്തെ ആകെ ഉലച്ചുകൊണ്ടാണ്. തലേന്ന് രാത്രി മുഴുവൻ കണ്ണീരൊഴുക്കിയ നന്ദിനി നേരത്തെ തന്നെ എഴുന്നേറ്റു. തനിക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ പിടിച്ചു നിൽക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആ വീടിൻ്റെ മുറ്റത്ത് വന്നിറങ്ങിയ ആഡംബര കാറിൻ്റെ ശബ്ദം കേട്ട് അവളുടെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് അശ്വതിയായിരുന്നു. മുഖത്ത് ദേഷ്യവും അസഹിഷ്ണുതയും തിളച്ചു നിൽക്കുന്നു അവളുടെ. തലേന്ന് നടന്ന സമൂഹ വിവാഹത്തിൻ്റെ വാർത്തകളും രുദ്രൻ താലി കെട്ടിയ വിവരവും അവൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീടിൻ്റെ ഉമ്മറത്തേക്ക് ദേഷ്യത്തോടെ കയറി വന്ന അശ്വതി പൂമുഖത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് തട്ടി നിലത്തെറിഞ്ഞു. ശബ്ദം കേട്ട് രുദ്രൻ തൻ്റെ മുറിയിൽ നിന്നും ശ്യാമള അടുക്കളയിൽ നിന്നും ഓടിയെത്തി. രുദ്ര! അശ്വതി അലറി. എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെയോ കഴുത്തിൽ താലി കെട്ടി അവൻ അവളെയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു. എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? രുദ്രൻ പരിഭ്രാന്തനായി അവൾക്കരികിലേക്ക് ചെന്നു. അശ്വതി, നീ കേൾക്കുന്നത് പോലെ ഒന്നുമല്ല. ഒന്ന് ശാന്തയാകും. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്ത് കേൾക്കാൻ? അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. എൻ്റെ സ്ഥാനത്താണോ നീ ഏതോ ഒരുത്തിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എൻ്റെ പ്രണയത്തിന് നീ തന്ന വില ഇതാണോ രുദ്ര? അവളുടെ കണ്ണീരും ദേഷ്യവും കണ്ടപ്പോൾ രുദ്രന് സഹിക്കാനായില്ല. അവന് നന്ദിനിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. അശ്വതി, എന്നെ ഒന്ന് വിശ്വസിക്കടി. അത് വലിയച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടി മാത്രം. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല. രുദ്രൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഒരു മാസം, വേറൊരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഞാൻ ഇവളെ ഇവിടുന്ന് ഒഴിവാക്കും. അതിനുശേഷം നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്ക്. രുദ്രൻ്റെ വാക്ക് കേട്ട് അശ്വതിയുടെ ദേഷ്യം ചെറുതായി ഒന്ന് ശമിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ നന്ദിനിയെ തിരയുകയായിരുന്നു. അടുക്കള വാതിലിന് മറവിൽ ഭയന്നു വിറച്ചു നിൽക്കുന്ന നന്ദിനിയെ അവൾ കണ്ടു. രൗദ്രഭാവത്തോടെ അശ്വതി നന്ദിനിക്ക് നേരെ നടന്നു. തടയാൻ ശ്രമിച്ച രുദ്രനെ അവൾ മാറ്റി നിർത്തി. നന്ദിനിയുടെ അടുത്തെത്തിയ അശ്വതി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുന്നോട്ട് വലിച്ചിഴച്ചു. അയ്യോ, വിടൂ! നന്ദിനി വേദന കൊണ്ട് നിലവിളിച്ചു. ഡി അശ്വതി പല്ലിറുമ്മി. എൻ്റെ രുദ്രൻ്റെ കൂടെ ജീവിക്കാൻ സ്വപ്നം കണ്ടു വന്നതാണോ നീ? നിൻ്റെ ഈ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ എൻ്റെ ആളെയാണ് നിനക്ക് കിട്ടിയത്. കേട്ടോടി, രുദ്ര എൻ്റേത് മാത്രമാണ്. അവൻ എൻ്റെ സ്വന്തമാണ്. ഈ താലിയും പിടിച്ച് ഇവിടെ വാഴാമെന്ന് നീ വിചാരിക്കണ്ട. ഒന്നുകിൽ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. അശ്വതി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ നന്ദിനി നിലത്തേക്ക് വീണു. കൺമുന്നിൽ നടക്കുന്ന അതിക്രമം കണ്ട ശ്യാമള ഓടിയെത്തി അശ്വതിയെ പിന്നിലേക്ക് തള്ളി മാറ്റി നന്ദിനിയെ ചേർത്ത് പിടിച്ചു. നിർത്തടി! ശ്യാമളയുടെ സ്വരം ഗർജനം പോലെ ഉയർന്നു. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മരുമകളെ തല്ലാൻ നീ ആരാ? മരുമകളോ? അശ്വതി പുച്ഛത്തോടെ ചിരിച്ചു. അമ്മായിക്ക് വട്ടായോ? ഏതൊരു പിച്ചക്കാരിയാണോ അമ്മായി മരുമകളായി വെച്ചിരിക്കുന്നത്? വായടക്കടി! ശ്യാമള ദേഷ്യത്തോടെ അശ്വതിക്ക് നേരെ വിരൽ ചൂണ്ടി. രുദ്രൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തിലുണ്ട്. ഈ വീടിൻ്റെ മഹാലക്ഷ്മിയായിട്ടാണ് ഞാൻ ഇവളെ കൈപിടിച്ച് കയറ്റിയത്. അതിന് ചോദ്യം ചെയ്യാൻ നീ ആരാ? നിൻ്റെ ഈ അഹങ്കാരവും സ്വഭാവവും എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ വീട്ടിൽ കയറ്റാത്തത്. ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്. അമ്മേ! രുദ്രൻ ഇടയിൽ കയറി. അശ്വതിയോട് കുറച്ചുകൂടി സൂക്ഷിച്ച് സംസാരിക്കണം. അവളെൻ്റെ... നീ മിണ്ടിപ്പോവരുത് രുദ്ര.
ശ്യാമള മകനെ വിലക്കി. പ്രണയം വന്ന് നിന്റെ ബുദ്ധി മരവിച്ചിരിക്കുകയാണ്. ആരോട് സ്നേഹമില്ലാത്ത പണത്തോട് മാത്രം ആർത്തിയുള്ള ഈ പെണ്ണിൻ്റെ യഥാർത്ഥ മുഖം നീ എന്ന് കാണുന്നുവോ അന്നേ നിനക്ക് വിവരം വെക്കൂ. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ശ്യാമളയുടെ രൂക്ഷമായ വാക്കുകൾക്ക് മുന്നിൽ തൽക്കാലം പിന്മാറാൻ അശ്വതി തീരുമാനിച്ചു. ശരി, ഞാൻ ഇപ്പോൾ പോകുന്നു. പക്ഷെ രുദ്ര, നീ തന്ന വാക്ക് മറക്കരുത്. 1 മാസം, ഒരേ 1 മാസം. അവൾ രുദ്രന് മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം ശ്യാമളക്ക് നേരെ തിരിഞ്ഞ് തികച്ചും വ്യാജമായൊരു ശാന്തതയോടെ അവൾ പറഞ്ഞു, അമ്മായി, ഞാൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അമ്മായി എനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ് ഇഷ്ടം. രുദ്രനെ എനിക്ക് അത്രയ്ക്കും ജീവനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഞാൻ ഇറങ്ങുക അമ്മായി. കരയുന്നത് പോലെ അഭിനയിച്ച് അശ്വതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രുദ്രൻ അവൾക്ക് പിന്നാലെ ചെല്ലാൻ തുടങ്ങിയെങ്കിലും ശ്യാമളയുടെ രൂക്ഷമായ നോട്ടം കണ്ട് അവൻ സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ചു. എന്നാൽ കാറിലേക്ക് കയറിയ അശ്വതിയുടെ മുഖത്തെല്ലാം സങ്കടമെല്ലാം മാറി പകരം ക്രൂരമായ ഒരു ചിരി തെളിഞ്ഞു. അവൾ കാറിൻ്റെ അലങ്കാര കണ്ണാടിയിലൂടെ തറവാട്ട് വീടിൻ്റെ പൂമുഖത്തേക്ക് നോക്കി. മനസ്സിൽ അവൾ ആത്മകഥം ചെയ്തു. അമ്മായി എന്ന് വിളിച്ച് കുമ്പിടാൻ എനിക്ക് ഒട്ടൊന്നുമില്ല. ആ തള്ളയുടെ ഒരു ഗമ. രുദ്രൻ്റെ ഭാര്യയായി ഈ തറവാട്ടിലേക്ക് ഞാൻ കയറിപ്പറ്റും. അതിന് തടസ്സമായി നിൽക്കുന്ന ഈ നന്ദിനിയെ മാത്രമല്ല, അമ്മായിയമ്മ കളിക്കുന്ന ഈ ശ്യാമളയെയും ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. എനിക്ക് വേണ്ടത് രുദ്രനെ മാത്രമല്ല, അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോടികളുടെ സ്വത്താ. ഈ സാമ്രാജ്യം മുഴുവൻ എൻ്റെ പേരിൽ എഴുതി വാങ്ങുന്നത് വരെ ഈ നാടകം ഞാൻ തുടരും. അശ്വതിയുടെ കാർ ദൂരേക്ക് മറഞ്ഞു. പുറമെ നിരപരാധി എന്ന് നടിക്കുന്ന അശ്വതിയുടെ യഥാർത്ഥ മുഖം ആർക്കും അറിയില്ലായിരുന്നു. നഗരത്തിലെ സമ്പന്നരായ നിരവധി യുവാക്കളുമായി അവൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പലരിൽ നിന്നും പണവും ആഡംബര വസ്തുക്കളും തട്ടിയെടുക്കുന്നതായിരുന്നു അവളുടെ ഒരു രീതി. രുദ്രൻ്റെ അളവറ്റ സ്വത്തും പണവും മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. അവനെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ആ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ മാസ്റ്റർ പ്ലാൻ. വീട്ടിനുള്ളിൽ കരഞ്ഞു തളർന്ന നന്ദിനിയെ ശ്യാമള ആശ്വസിപ്പിക്കുകയായിരുന്നു. മോളെ, നീ കരയണ്ട. ആ അശ്വതിയുടെ വാക്കുകൾ കേട്ട് നീ മനസ്സ് വിഷമിപ്പിക്കരുത്. എൻ്റെ മകൻ ഇന്ന് അന്ധനാണ്. എന്നാൽ വൈകാതെ അവൻ സത്യം തിരിച്ചറിയും. അതുവരെ ഈ അമ്മ നിന്നോടൊപ്പമുണ്ട്. നന്ദിനി ഒന്നും മിണ്ടാതെ ശ്യാമളയുടെ മാറിലേക്ക് ചെരിഞ്ഞു. മനസ്സിൽ ഭയവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിറഞ്ഞു നിന്നെങ്കിലും ശ്യാമളയുടെ ആശ്വാസവാക്കുകൾ അവൾക്ക് ചെറിയൊരു തണലായി മാറി. തനിക്ക് മുന്നിലുള്ള 1 മാസം എന്നത് കൊടുങ്കാറ്റുകൾ നിറഞ്ഞതായിരിക്കുമെന്ന് നന്ദിനി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. നന്ദിനി ശ്യാമളയുടെ മുറിയിലാണ് കിടന്നിരുന്നത്. പകൽ സമയം മുഴുവൻ വീട്ടുജോലികളിൽ മുഴുകി തൻ്റെ വേദനകളെ മറക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇടനാഴികളിൽ വെച്ച് രുദ്രൻ്റെ നോട്ടങ്ങളും അവഗണനയും നേരിടുമ്പോഴൊക്കെ നന്ദിനിയുടെ ഉള്ളം പിടഞ്ഞു. ഈ ദിവസങ്ങളിൽ അത്രയും നന്ദിനിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്നത് അമ്മ യശോദയുടെ ഫോൺ വിളികളായിരുന്നു. ദിവസത്തിൽ 2-3 വട്ടമെങ്കിലും അമ്മ വിളിക്കും. മോളെ, നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? അമ്മക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു. മരുമകനെയും കൂട്ടി ഒന്ന് വാ മോളെ. ഫോണിൻ്റെ മറുതലക്കൽ കിടന്ന് അമ്മ ചുമക്കുമ്പോഴും നെഞ്ചുപൊട്ടി കരയുമ്പോഴും നന്ദിനി കള്ളം പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മേ, രുദ്രേട്ടന് പുതിയ പ്രൊജക്റ്റിൻ്റെ ഭയങ്കര തിരക്കാ. ഇങ്ങോട്ട് ഇറങ്ങാൻ സമയമില്ലായിട്ടാ. പിന്നെ എന്നെ ഇവിടെ അമ്മയും രുദ്രേട്ടനൊക്കെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എനിക്കൊരു കുറവുമില്ല അമ്മേ. തിരക്കൊക്കെ ഒന്നൊഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാൻ കേട്ടോ. തൻ്റെ മകൾ ഒരു രാജകുമാരിയെ പോലെ വാഴുകയാണെന്ന് കരുതി ആ പാവം അമ്മ ആശ്വസിച്ചു. പക്ഷേ ആ കള്ളങ്ങൾ അധികം നാൾ നീണ്ടു നിന്നില്ല. അന്ന് ഉച്ച തിരിഞ്ഞൊരു സമയം മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് നന്ദിനി ഉമ്മറത്തേക്ക് വന്നത്. ഓട്ടോയിൽ നിന്നും കയ്യിലൊരു ചെറിയ തുണിസഞ്ചിയുമായി ഇറങ്ങി വരുന്ന യശോദയെ കണ്ടതും നന്ദിനിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. പേടി തൊണ്ടയിൽ കുടുങ്ങി അവൾ തരിച്ചു നിന്നു. അമ്മേ, അവൾ പരിഭ്രാന്തിയോടെ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മ എന്തിനാ വന്നത്? യശോദ പയ്യെ ചിരിച്ചു. ഞാൻ എത്ര തവണ ഫോണിൽ വിളിച്ചു ക്ഷണിച്ചു മോളെ. നേരിട്ട് ഒന്ന് വിളിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ടാണോ എന്ന് കരുതിയ അമ്മ ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ മോൾക്ക് അവിടെ സുഖമല്ലേ എന്നറിയാനും കൊതിയായിപ്പോയി. അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ വേഗം അമ്മയുടെ കൈപിടിച്ച് ഉമ്മറത്തിൻ്റെ ഒരു കോണിലേക്ക് മാറ്റി നിർത്തി. അമ്മ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ അഥവാ വരികയായിരുന്നുവെങ്കിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അവൾ വാക്കുകൾ കിട്ടാതെ വിതുമ്പി. എന്താ മോളെ, നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത്? നീ കരയുകയാണോ? യശോദ സംശയത്തോടെ മകളുടെ മുഖത്തേക്ക് നോക്കി. ഏയ്, ഒന്നുമില്ല അമ്മേ. അമ്മയെ കണ്ട് സന്തോഷം കൊണ്ടാ. നന്ദിനി കള്ളം പറയാൻ ശ്രമിക്കവെയാണ് മുറ്റത്തേക്ക് രുദ്രൻ്റെ കാർ പാഞ്ഞു വന്ന് നിന്നത്. കാറിൻ്റെ ശബ്ദം കേട്ടതും നന്ദിനിയുടെ ശ്വാസം നിലച്ചുപോയി. അവൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ്റെ മുഖത്ത് പതിവ് പോലെ ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു.
ഉമ്മറത്ത് നിൽക്കുന്ന യശോദയെ കണ്ടതും അവൻ്റെ ചുവടുകൾ ഒന്ന് പതറി. നന്ദിനി ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി. തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അവൻ സത്യങ്ങളെല്ലാം തുറന്നടിക്കുമോ? ആ പാവ അമ്മയെ ആട്ടിയിറക്കി വിടുമോ? തനിക്കെതിരെ ഉയരുന്ന ദേഷ്യം അമ്മക്ക് നേരെ തിരിക്കുമോ? അവളുടെ മനസ്സ് മരവിച്ചു പോയി. അവൾ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ യാചന മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മ ഒരു പാവാണ്, ഒരു രോഗിയാണ്. എന്നോടുള്ള ദേഷ്യം അമ്മയോട് കാണിക്കരുതേ. എന്നെ എത്ര വേണമെങ്കിലും അപമാനിച്ചോളൂ, പക്ഷെ എൻ്റെ അമ്മയുടെ ഹൃദയം തകർക്കരുതേ എന്നൊരായിരം വാക്കുകൾ ആ കരഞ്ഞു കലങ്ങിയ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രുദ്രൻ അവളുടെ ആ നോട്ടത്തിൻ്റെ ആഴം അളന്നു. അവൻ ക്രൂരനായ ഒരു വില്ലനൊന്നുമായിരുന്നില്ല. സ്വന്തം നിലപാടുകളിലും ദേഷ്യത്തിലും ഉറച്ചു നിൽക്കുമ്പോഴും മുതിർന്നവരോടും പാവപ്പെട്ടവരോടും കാണിക്കേണ്ട മര്യാദ അവൻ മറന്നിരുന്നില്ല. നന്ദിനിയുടെ കണ്ണുകളിലെ ജീവൻ മരണ പോരാട്ടം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ദേഷ്യം ഒന്ന് തണുത്തു. അവൻ മുഖത്തെ കടുപ്പം മാറ്റി. തികച്ചും സൗമ്യമായ ഒരു പുഞ്ചിരിയോടെ യശോദക്കടുത്തേക്ക് നടന്നു ചെന്നു. അമ്മേ, എന്നു വന്നു? ഇത്രയും ദൂരമൊക്കെ തനിയെ നടന്നു വന്നതാണോ? രുദ്രൻ വളരെ ബഹുമാനത്തോടെ ചോദിച്ചു. യശോദയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഇല്ല മോനെ, ബസ്സിൽ വന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ചതാ. മോനെ നേരിട്ട് വിരുന്ന് വിളിക്കാൻ വന്നതാ ഞാൻ. എത്ര നാളായി മോനെ നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് കണ്ടിട്ട്. അയ്യോ അമ്മേ, ഇത്രയും ദൂരം തനിയെ വരേണ്ടിയിരുന്നില്ല. ഒരു ഫോൺ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയച്ചു തരുമായിരുന്നല്ലോ. രുദ്രൻ യശോദയുടെ കയ്യിലെ തുണിസഞ്ചി വാങ്ങി വെച്ചു. എനിക്ക് ഓഫീസിൽ അല്പം അടിയന്തര തിരക്കുകൾ ഉണ്ടായിരുന്നു അമ്മേ, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ വൈകിയത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. രുദ്രൻ്റെ ആ വാക്കുകളും പെരുമാറ്റവും കണ്ടു നിന്ന നന്ദിനി വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നുപോയി. അവളുടെ നെഞ്ചിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും ശബ്ദം കേട്ട് ശ്യാമളയും ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. യശോദയെ കണ്ടതും ശ്യാമളയും ഓടിയെത്തി അവരെ സ്വീകരിച്ചു. വാ യശോദേ, അകത്തേക്കിരിക്ക്. എന്താ ഇങ്ങനെ തനിയൊരു വരവ്? ശ്യാമള സ്നേഹത്തോടെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ വിശ്രമിക്ക്. നന്ദിനി തരുന്ന ആഹാരമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എനിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ്. അടുത്ത ആഴ്ച എന്തായാലും ഞാൻ നന്ദിനിയും കൂട്ടി അവിടെ വരാം. രുദ്രൻ ഒരകൽച്ചയും കാണിക്കാതെ പൂർണ്ണമായ ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് യശോദയുടെ മനസ്സ് നിറഞ്ഞു. ശരി മോനെ, ജോലിക്കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. മോളെ നന്നായി നോക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. യശോദ അവനെ അനുഗ്രഹിച്ചു. രുദ്രൻ നന്ദിനിയെ തിരിഞ്ഞു നോക്കാതെ തനിക്ക് ചെയ്യേണ്ട കടമകൾ മാത്രം ചെയ്ത് ഓഫീസിലേക്ക് ഇറങ്ങിപ്പോയി. അന്ന് ഉച്ചയ്ക്ക് ശ്യാമളയും നന്ദിനിയും ചേർന്ന് യശോദയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നൽകി. മകൾ ഈ തറവാട്ടിൽ സുരക്ഷിതയാണെന്നും അമ്മായിമ്മ സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത് എന്നും ഉറച്ചു വിശ്വസിച്ച് പൂർണ്ണ സംതൃപ്തിയോടെയാണ് വൈകുന്നേരത്തോടെ യശോദ മടങ്ങിപ്പോയത്. അമ്മയെ യാത്രയാക്കി തിരികെ മുറിയിലെത്തിയ നന്ദിനിയുടെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിൻ്റെ കണ്ണീർ തുള്ളികൾ പൊഴിഞ്ഞു വീണു. രാത്രി ഏറെ വൈകിയാണ് രുദ്രൻ വീട്ടിൽ തിരിച്ചെത്തിയത്. അവൻ തൻ്റെ മുറിയിലേക്ക് കയറി ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിക്കുകയായിരുന്നു. വാതിൽ തുറന്നു കിടക്കുന്ന ആ മുറിയിലേക്ക് വരാൻ നന്ദിനി കുറച്ചു നേരം മടിച്ചു നിന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൾ പതിയെ ആ മുറിയുടെ വാതിൽക്കലെത്തി. രുദ്രൻ കണ്ണാടിയിലൂടെ അവളെ കണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ തണുത്ത മട്ടിൽ നിന്നു. നന്ദിനി മുറിക്കുള്ളിലേക്ക് ഒരടി വെച്ചു. അവൾക്ക് ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. രുദ്രേട്ട. അവൻ തിരിഞ്ഞു നിന്ന് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇന്നെൻ്റെ അമ്മയുടെ മുന്നിൽ എന്നോട് കാണിച്ച ആ ദയക്ക്, അമ്മക്ക് കാണിച്ച ആ ബഹുമാനത്തിന് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ അമ്മയുടെ ഹൃദയം തകർക്കാതിരുന്നതിന്, എന്നെ അപമാനിക്കാതിരുന്നതിന്. അവളുടെ ശബ്ദമിടറി. നന്ദിനിയുടെ വാചകം മുഴുവൻ കേൾക്കാൻ രുദ്രൻ കാത്തുനിന്നില്ല. അവൻ്റെ ആഴമുള്ള കണ്ണുകളിൽ വീണ്ടും ആ ദേഷ്യവും നിറഞ്ഞു. അവൾ പറഞ്ഞ നന്ദി വാക്കുകൾ ഒരു മറുപടിയും അവൻ നൽകിയില്ല. ഒരു വാക്കുപോലും ഉരിയാടാതെ അവൻ അവളെ രൂക്ഷമായൊന്ന് നോക്കിക്കൊണ്ട് തുടർന്നു. അവളുടെ മുഖത്ത് നോക്കി തന്നെ അവൻ ആ മുറിയുടെ വാതിൽ ആഞ്ഞടച്ചു പൂട്ടി. അടഞ്ഞ വാതിലിന് മുന്നിൽ ആ വലിയ ഇടനാഴിയിലെ തണുപ്പിൽ നന്ദിനി നിശബ്ദയായി നിൽക്കുമ്പോഴും അവളുടെ ഉള്ളിൽ അവൻ നൽകിയ വലിയ ആശ്വാസത്തിൻ്റെ തണൽ ബാക്കിയുണ്ടായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടൊഴുകിക്കൊണ്ടിരുന്നു. ആ ദിവസങ്ങൾക്കുള്ളിൽ തറവാട്ടിലെ അന്തരീക്ഷത്തിനും നന്ദിനിയുടെ പെരുമാറ്റത്തിനും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും രുദ്രൻ്റെ മനസ്സിൽ ചില കുഞ്ഞു മാറ്റങ്ങൾ വിത്തുപാകി തുടങ്ങിയിരുന്നു. രാപ്പകലില്ലാതെ വീട്ടുജോലികൾ ചെയ്യുന്ന ആരുടെയും മുന്നിൽ പരാതി പറയാത്ത, തനിക്കെതിരെ ഒരക്ഷരം പോലും ഉച്ചരിക്കാത്ത ആ പെൺകുട്ടി അവൻ നിശബ്ദനായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നന്ദിനി ഒരു സ്വാർത്ഥയോ കപട നാടകക്കാരിയോ അല്ലെന്നും തന്നേക്കാൾ പാവവും നിഷ്കളങ്കയുമായൊരു പെൺകുട്ടിയാണെന്നും അവൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി. സ്വന്തം അമ്മയോടുള്ള സ്നേഹവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും കൊണ്ട് മാത്രമാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് രുദ്രന് മനസ്സിലായി. അതിനിടയിലാണ് ശ്യാമളയുടെ നിരന്തരമായ നിർബന്ധം വരുന്നത്.
രുദ്ര, നന്ദിനിയുടെ അമ്മ ഒരു രോഗിയാണ്. മകൾ പോന്നിട്ട് നാളുകളേറെയായി. നീ അവളെയും കൂട്ടി ആ വീട്ടിലൊന്ന് പോകണം. അമ്മയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ അവന് വഴങ്ങേണ്ടി വന്നു. ഒരു ഞായറാഴ്ച രാവിലെ അവൻ നന്ദിനിയെയും കൂട്ടി ആ കൊച്ചു വീട്ടിലേക്ക് തിരിച്ചു. കാർ ആ കൊച്ചു വീടിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് വിതുമ്പുന്ന യശോദയാണ് അവൻ കണ്ടത്. ഉള്ളിലെ ദാരിദ്ര്യത്തിനിടയിൽ മരുമകന് നൽകാൻ തങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ചായയും പലഹാരങ്ങളും ആ അമ്മ സ്നേഹത്തോടെ വെച്ച് നീട്ടി. ആ കൊച്ചു വീട്ടിലെ ദാരിദ്ര്യവും മകളോടുള്ള അമ്മയുടെ അളവറ്റ സ്നേഹവും കണ്ടപ്പോൾ രുദ്രൻ്റെ ഉള്ളിൽ ആദ്യമായി ഒരു വലിയ കുറ്റബോധം ഉടലെടുത്തു. ഇത്രയും പാവങ്ങളായ മനുഷ്യരെയാണോ ഞാൻ എൻ്റെ മനസ്സിൽ ദ്രോഹിക്കുന്നത്? ഇവളും എന്നെപ്പോലെ ഒരു ഇര മാത്രമായിരുന്നില്ലേ? രുദ്രൻ സ്വയം ചോദിച്ചു. എന്നാൽ ആ കുറ്റബോധം അവൻ്റെ ഉള്ളിൽ വളരുമ്പോഴും അശ്വതിയോടുള്ള പ്രണയവും അവൾക്ക് കൊടുത്ത വാക്കും അവൻ്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. നന്ദിനിയോട് അനുകമ്പ തോന്നിയെങ്കിലും അവളെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കാൻ അവൻ്റെ അഹങ്കാരവും അശ്വതിയോടുള്ള പ്രണയവും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീടൊരു ദിവസം ഉച്ചയോടടുത്ത് യശോദ വീണ്ടും തറവാട്ടു വീട്ടിലേക്ക് കടന്നു വന്നു. മകളെ ഒന്ന് കാണാനും അവൾക്ക് കഴിക്കാൻ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ നൽകാനുമായിരുന്നു ആ വരവ്. ശ്യാമളയും നന്ദിനിയും യശോദയോടൊപ്പം സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. അപ്രതീക്ഷിതമായാണ് അശ്വതി വീണ്ടും ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഉമ്മറത്ത് യശോദയും നന്ദിനിയും ഇരിക്കുന്നത് കണ്ടത് അവളുടെ മുഖത്ത് കോപത്താൽ വികൃതമായി. എന്താ ഇവിടെ ഒരു കുടുംബ സംഗമം? അശ്വതി പരിഹാസത്തോടെ ഉറക്കെ ചോദിച്ചു. ശ്യാമള ദേഷ്യത്തോടെ എഴുന്നേറ്റു. അശ്വതി, നീ ഇവിടെ ബഹളം വെക്കാൻ വരണ്ട. ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഇറങ്ങിപ്പോവാം അമ്മായി. പക്ഷേ ഈ വന്നിരിക്കുന്ന തള്ളയോട് സത്യങ്ങൾ ചിലത് പറഞ്ഞിട്ട് പോവാം. അശ്വതി വിരൽ ചൂണ്ടി യശോദക്ക് നേരെ നടന്നു. യശോദ ഭയത്തോടെ പതിയെ എഴുന്നേറ്റു. എന്താ മോളെ, എന്താ നീ പറയുന്നേ? അശ്വതി ക്രൂരമായി ഒന്ന് ചിരിച്ചു. എന്താന്നോ, നിങ്ങളുടെ മകൾ ഇവിടെ വലിയ തമ്പുരാട്ടിയായി ജീവിക്കുകയാണെന്ന് നിങ്ങളുടെ വിചാരം അല്ലേ? എങ്കിൽ കേട്ടോളൂ, ഇവൾക്ക് ഈ വീട്ടിൽ ഒരു പിച്ചക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. രുദ്രൻ ഇവളെ താലി കെട്ടിയത് അവൻ്റെ വലിയച്ഛൻ്റെ മാനം കാക്കാൻ വേണ്ടി മാത്രമാണ്. ഇവളെ അവൻ്റെ മുറിയിൽ കയറ്റാറില്ല, ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. വെറും ഒരു മാസം, അതിനുള്ളിൽ ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ രുദ്രൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരും. അശ്വതിയുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് യശോദയുടെ നെഞ്ചിൽ വന്ന് പതിച്ചത്. ആ പാവം അമ്മ തകർന്നുപോയി. കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്ത് വീണുടങ്ങി. മോളെ നന്ദിനി, യശോദ നെഞ്ചിലമർത്തി വിതുമ്പി. ഈ പെണ്ണ് പറയുന്നത് സത്യമാണോ മോളെ? നീ എന്നോട് കള്ളം പറയുകയായിരുന്നോ? രുദ്രൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. നന്ദിനി ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി വിതുമ്പുന്ന മകളെ കണ്ടപ്പോൾ യശോദക്ക് കാര്യങ്ങൾ വ്യക്തമായി. തൻ്റെ മകൾ ഇത്രയും നാൾ അഭിനയിക്കുകയായിരുന്നു. തൻ്റെ സങ്കടം കാണാതിരിക്കാൻ, രോഗിയായ അമ്മയുടെ മനസ്സ് തകരാതിരിക്കാൻ അവൾ ഇത്രയും വലിയൊരു നിന്ദ സഹിക്കുകയായിരുന്നു. അമ്മേ, യശോദേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശ്യാമള യശോദയുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. വേണ്ട ശ്യാമളെ. യശോദ കൈകൾ തട്ടിമാറ്റി. കണ്ണീരിൽ കുതിർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു. മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് കരുതി സന്തോഷിച്ച എന്നെ നിങ്ങളെല്ലാവരും കൂടെ പറ്റിച്ചു തോൽപ്പിച്ചു. പണമില്ലാത്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മാഭിമാനമില്ലെന്ന് കരുതിയോ? എൻ്റെ മകളെ ആരുടെയും ദയയിൽ ജീവിക്കുന്ന ഒരു ഭിക്ഷക്കാരിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. യശോദ നന്ദിനിയുടെ കൈ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. വാ മോളെ, നമുക്കിവിടെ നിൽക്കണ്ട. പട്ടിണി കിടന്നാലും സ്വന്തം വീട്ടിൽ ആത്മാഭിമാനത്തോടെ കിടക്കാം. വാ. നന്ദിനി ശ്യാമളയെ ഒന്ന് നോക്കി. ആ അമ്മയുടെ കണ്ണുകളിലും കണ്ണീർ തുളുമ്പുന്നുണ്ടായിരുന്നു. ഒരു വാക്കുപോലും പറയാനാവാതെ നിറകണ്ണുകളോടെ നന്ദിനി താൻ കെട്ടിയ താലി മാറോടടക്കി പിടിച്ച് അമ്മയുടെ കൂടെ ആ വീടിൻ്റെ പടിയിറങ്ങിപ്പോയി. അശ്വതി വിജയിച്ച ഭാവത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി ഏറെ വൈകിയാണ് രുദ്രൻ ജോലി കഴിഞ്ഞ് തിരികെ എത്തിയത്. വളരെ ക്ഷീണിതനായിരുന്നു അവൻ. പതിവ് പോലെ അവൻ മുറിയിലേക്ക് കയറി. കോട്ട അഴിച്ചു വെച്ച് അവൻ ചുറ്റും നോക്കി. സാധാരണ ഈ സമയത്ത് അവന് കുടിക്കാൻ ചൂടുവെള്ളവും ഇടനാഴിയിലൂടെ ആരും അറിയാതെ വന്നു പോകുന്ന നന്ദിനിയുടെ ശാന്തമായ സാന്നിധ്യവും അവിടെ ഉണ്ടാവാറുള്ളതാണ്. അവൻ കുളിച്ചിറങ്ങി വന്നിട്ടും മുറിയിലൊന്നും ഒരുക്കി വെച്ചിട്ടില്ലായിരുന്നു. ഒരു അസ്വസ്ഥത അവനിൽ ഉടലെടുത്തു. അവൻ ഉമ്മറത്തേക്കും അടുക്കളയിലേക്കും നടന്നു. എങ്ങും വെളിച്ചമില്ല, ആളനക്കമില്ല. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ തനിക്ക് ആവശ്യമായത് എടുത്തു തരാനോ അരികിൽ നടക്കാറുള്ള പെൺകുട്ടിയുടെ അഭാവം അവനെ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അവളില്ലാതെ ആ വലിയ തറവാട്ട് വീട് അവന് വല്ലാത്തൊരു ശൂന്യതയായി തോന്നി. ഒടുവിൽ അസ്വസ്ഥത അടക്കാനാവാതെ രുദ്രൻ ശ്യാമളയുടെ മുറിയുടെ വാതിലിൽ മുട്ടി. ശ്യാമള വാതിൽ തുറന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും വല്ലാത്തൊരു സങ്കടവും ഉണ്ടായിരുന്നു. അമ്മേ, രുദ്രൻ മടിച്ചു ചോദിച്ചു. അവളെവിടെ?
അവളെ കാണാനില്ലല്ലോ. നന്ദിനിയെ ശ്യാമള മകനെ വെറുപ്പോടെ നോക്കി. നീ ആരെ പറ്റിയാ ചോദിക്കുന്നത്? നിന്റെ കൺമുന്നിൽ നിന്ന് ഒഴിവാക്കാൻ നീ ആഗ്രഹിച്ച ആ പാവം നന്ദിനിയെക്കുറിച്ചോ? രുദ്രൻ ഒന്ന് ഞെട്ടി. അമ്മേ, എന്താ ഉണ്ടായത്? നിന്റെ ജീവനായ അശ്വതി ഇന്നിവിടെ വന്നിരുന്നു, ശ്യാമള ഗർജിച്ചു. വന്ന് ആ പാവ യശോദയുടെ മുന്നിൽ വെച്ച് സകല സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. ആ അമ്മയുടെ ഹൃദയം തകർത്താണ് അവൾ പോയത്. സ്വന്തം മകൾ ഇവിടെ ഒരു ദാസിയെ പോലെ കഴിയുകയാണെന്നറിഞ്ഞ ആ അമ്മ നന്ദിനിയെയും കൂട്ടി ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയി. രുദ്രൻ്റെ കാതുകളിൽ ആ വാക്കുകൾ ഇടിമിന്നൽ പോലെ പതിച്ചു. അവൻ തരിച്ചു നിന്നുപോയി. ശ്യാമള അവന് നേരെ വിരൽ ചൂണ്ടി. കേട്ടോ രുദ്ര, ഒരു പാവം പെണ്ണിൻ്റെ കണ്ണീര് വീണ ഈ വീട്ടിൽ നിനക്കൊരു കാലത്തും സ്വസ്ഥത കിട്ടില്ല. ആ അശ്വതിയെ കൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവൾക്ക് വേണ്ടത് നിന്റെ പണവും പ്രതാപവും മാത്രമാണ്, അല്ലാതെ നിന്റെ സ്നേഹമൊന്നുമല്ല. ആ അഹങ്കാരിയുടെ കൂടെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല. ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം തകർത്ത നിനക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ഉറപ്പാണ് രുദ്ര. ശ്യാമള വാതിൽ ആഞ്ഞടച്ചു. രുദ്രൻ നിശ്ചലനായി ഇടനാഴിയിൽ നിന്നു. അവൻ്റെ മനസ്സിൽ ഒരേ സമയം പല വികാരങ്ങളും ആഞ്ഞടിച്ചു. അവൻ സ്വന്തം മുറിയിലേക്ക് തിരികെ നടന്നു. വാതിലടച്ച് ബെഡിലേക്ക് കിടന്നു. പക്ഷെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞില്ല. കണ്ണുകൾ അടക്കുമ്പോഴൊക്കെ അവന് മുന്നിൽ തെളിഞ്ഞത് നന്ദിനിയുടെ കരഞ്ഞു കലങ്ങിയ ആ നിഷ്കളങ്കമായ കണ്ണുകളായിരുന്നു. ആ വീട്ടിൽ അവൾ അവസാനമായി തന്നോട് നന്ദി പറഞ്ഞ വിറക്കുന്ന ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. രുദ്രൻ കിടക്കയിൽ കിടന്ന് പിടഞ്ഞു. എന്താ എന്താ എനിക്ക് സംഭവിക്കുന്നത്? അവൻ സ്വന്തം നെഞ്ചിൽ കൈവച്ചു. അവൾ ഈ വീട്ടിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോണമെന്ന് തന്നെയല്ലേ ഞാൻ ആഗ്രഹിച്ചിരുന്നത്? എൻ്റെ വഴിയിലെ തടസ്സം മാറിയതല്ലേ? പിന്നെ എന്താ എനിക്ക് സന്തോഷിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ നെഞ്ചിങ്ങനെ വിങ്ങിപ്പൊട്ടുന്നത്? അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിലെ തണുപ്പ് അവനെ ശ്വാസം മുട്ടിച്ചു. നന്ദിനിയുടെ അഭാവം അവനിൽ ഉണ്ടാക്കിയ ശൂന്യത അവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര വലിയൊരു വീർപ്പുമുട്ടലായി മാറിയിരുന്നു. താൻ എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തുവെന്ന തിരിച്ചറിവ് ആ ഇരുണ്ട രാത്രിയിൽ അവൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. വെളുക്കാറാവുമ്പോഴുള്ള ഓരോ നിമിഷവും നന്ദിനിയുടെ ഓർമ്മകളിൽ വെന്തുരുകി അവൻ ആ മുറിയിൽ തനിച്ചായിരുന്നു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നത് രുദ്രൻ്റെ ജീവിതത്തെ ആകെ മറ്റിമറിക്കാൻ പോകുന്ന ഒരു ദുരന്ത വാർത്തയിട്ടുമായിട്ടായിരുന്നു. കണ്ണടക്കുമ്പോഴൊക്കെ നന്ദിനിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വിതുമ്പുന്ന ശബ്ദവും മാത്രം ഓർമ്മ വന്ന് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ കിടന്നതാണ് അവൻ. രാവിലെ എഴുന്നേറ്റിട്ടും തലച്ചോറ് മരവിച്ച അവസ്ഥയിലായിരുന്നു. ആ സമയം നോക്കിയാണ് ഫോൺ ശബ്ദിച്ചത്. ഫോൺ സ്ക്രീനിൽ വലിയച്ഛൻ അരവിന്ദൻ്റെ പേര് തെളിഞ്ഞു വന്നപ്പോൾ അവൻ വേഗം ഫോൺ ചെവിയോട് ചേർത്തു. രുദ്ര, വലിയച്ഛൻ്റെ സ്വരം മുൻപെങ്ങും ഇല്ലാത്ത വിധം കടുപ്പമേറിയതും എന്നാൽ വല്ലാത്തൊരു നിരാശ നിറഞ്ഞതുമായിരുന്നു. വലിയച്ഛ, എന്തേ നേരത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രുദ്രൻ ആദിയോടെ ചോദിച്ചു. നീ ഇപ്പോൾ തന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് വരണം. വളരെ അടിയന്തരമാണ്. വേറെ ഒന്നും ഇപ്പോൾ എന്നോട് ചോദിക്കണ്ട. ഉടനെ ഇറങ്ങി വാ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അരവിന്ദൻ ഫോൺ കട്ട് ചെയ്തു. രുദ്രൻ്റെ ഉള്ളിൽ ഭയം പടർന്നു. തനിക്ക് തണലായി മാത്രം നിന്നിട്ടുള്ള വലിയച്ഛൻ്റെ ശബ്ദത്തിൽ ഇത്രയും ഇടർച്ചയും കടുപ്പവും അവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. വസ്ത്രം മാറ്റി കാറിൻ്റെ കീയും എടുത്ത് അവൻ ധൃതിയിൽ ഇറങ്ങി. ശ്യാമളയോട് ഒന്നും പറയാൻ നിൽക്കാതെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വായിച്ചു. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കാർ നിർത്തി അവൻ ഉള്ളിലേക്ക് കയറുമ്പോൾ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു കനപ്പ് പടർന്നിരുന്നു. ആകെ തളർന്ന ഭാവത്തിൽ വലിയച്ഛൻ അരവിന്ദൻ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയച്ഛ, എന്തുണ്ടായത്? എന്തിനാ എന്നെ വിളിപ്പിച്ചത്? രുദ്രൻ പരിഭ്രാന്തിയോടെ ചോദിച്ചു. അരവിന്ദൻ ഒന്നും മിണ്ടിയില്ല. അവൻ ദീർഘമായി ഒന്ന് നെടുവീർപ്പിട്ടു. തുടർന്ന് സ്റ്റേഷനിലെ ബെഞ്ചുകളിൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. രുദ്രൻ ആ വശത്തേക്ക് കണ്ണുകൾ പായിച്ചു. അടുത്ത നിമിഷം കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ രുദ്രൻ്റെ കാലുകൾ നിലത്തുറക്കാതെ പതറിപ്പോയി. നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് രുദ്രൻ തിരിച്ചറിഞ്ഞു. അവിടെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അശ്വതി. അവൾക്കൊപ്പം നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു യുവാവും ഉണ്ടായിരുന്നു. ഒരു തരം താഴ്ന്ന ലോഡ്ജിൽ നടക്കാത്ത വേലകൾ കാണിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ റെയ്ഡിൽ ഇരുവരും പിടിയിലായത്. അശ്വതിയുടെ തല താഴ്ന്നു പോയിരുന്നു. രുദ്രനെ കണ്ടതും അവളുടെ മുഖത്ത് ഭയവും നാണക്കേടും തിളച്ചു പൊന്തി. രുദ്രന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ചുറ്റുമുള്ള ലോകം കറങ്ങുന്നതായി അവൻ അനുഭവപ്പെട്ടു. താൻ അറിവ് വെച്ച നാൾ മുതൽ പ്രണയിച്ച പെൺകുട്ടി, തനിക്ക് ജീവനായിരുന്നവൾ, സ്വന്തം കുടുംബത്തെയും വലിയച്ഛൻ്റെ വാക്കിനെയും ശ്യാമളയുടെ അനുഗ്രഹത്തെയും ധിക്കരിച്ച് താൻ തലയിലേറ്റി തൻ്റെ അശ്വതിയെ, അവളാണ് ഇന്നിവിടെ വേറൊരുത്തൻ്റെ കൂടെ നാണം കെട്ട് പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിൽ തലയും താഴ്ത്തി നിൽക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ അവരുടെ പ്രണയത്തിൻ്റെ തിരശ്ശീല കീറിപ്പടഞ്ഞു വീണു.
ആ നിമിഷങ്ങളിൽ അവൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കഴിഞ്ഞ കാലങ്ങൾ കടന്നുപോയി. അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി കോടികൾ ഒഴുക്കിയത്, അവൾ ചോദിച്ചപ്പോഴൊക്കെ ആഡംബര വസ്തുക്കളും സ്നേഹവും കയ്യിൽ വെച്ച് കൊടുത്തത്, അവൾക്ക് വേണ്ടി സ്വന്തം താലി കെട്ടിയ ഭാര്യയായ നന്ദിനിയെ ക്രൂരമായി അപമാനിച്ചത്, ആ പാവം പെൺകുട്ടിയെയും രോഗിയായ അമ്മയെയും ആ വീടിൻ്റെ പടിയിറക്കി വിട്ടത്, എല്ലാം എല്ലാം ഈ പെണ്ണിന് വേണ്ടിയായിരുന്നു. ദൈവമേ, ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു! പ്രണയം കൊണ്ട് എൻ്റെ കണ്ണുകൾ അന്ധമായിരുന്നല്ലോ. രുദ്രൻ സ്വയം ശപിച്ചു. തന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പും അറപ്പും അവന് തോന്നി. സ്വന്തം വിഡ്ഢിത്തത്തെ ഓർത്ത് അവൻ്റെ ഉള്ളം വെന്തുരുകി. സർവ്വതും തകർന്നവനെ പോലെ അവൻ ഭിത്തിയിൽ ചാടി നിന്നു. വല്യച്ഛൻ അരവിന്ദൻ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർത്തു. സ്റ്റേഷനിൽ നിന്ന് നടപടികൾ പൂർത്തിയായി അവരെ പുറത്തിറക്കി. സ്റ്റേഷൻ്റെ പൂമുഖത്തിറങ്ങിയപ്പോൾ അരവിന്ദൻ രുദ്രൻ്റെ തോളിൽ കൈവച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദേഷ്യമായിരുന്നില്ല, മറിച്ച് മകനെയോർത്ത് വലിയൊരു സങ്കടമായിരുന്നു. രുദ്ര, അരവിന്ദൻ്റെ ശബ്ദമിടറി. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെക്കാമായിരുന്നു. ആരും അറിയാതെ ഇവളെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടു പോകാമായിരുന്നു. പക്ഷെ നീ അറിയണം എന്ന് എനിക്ക് തോന്നി. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു ഇവളുടെ സ്വഭാവം ശരിയല്ല എന്ന്. എന്നിട്ടും നീ കേട്ടില്ല. ഇത്തരം ഒരു പെണ്ണിന് വേണ്ടിയായിരുന്നില്ലേ നീ ആ പാവം നന്ദിനിയുടെ ജീവിതം തകർത്തത്? ആ പാവം കുട്ടിയുടെ കണ്ണീരിന് നീ ഉത്തരം പറയേണ്ടി വരും രുദ്ര. അരവിന്ദൻ്റെ വാക്കുകൾ ഓരോന്നും രുദ്രൻ്റെ നെഞ്ചിൽ ആഴത്തിൽ പറയുന്ന ആണി പോലെയായിരുന്നു. അപ്പോഴേക്കും കരയുന്നത് പോലെ അഭിനയിച്ച് അശ്വതി രുദ്രൻ അരികിലേക്ക് ഓടിയെത്തി. രുദ്ര, എന്നോട് ക്ഷമിക്കണം. എനിക്ക് പറ്റിയതൊരു അബദ്ധമാണ്. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പ്ലീസ് എന്നെ ഉപേക്ഷിക്കരുത് രുദ്ര. അവൾ അവൻ്റെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞു. രുദ്രൻ്റെ ഗർജനം കേട്ട് സ്റ്റേഷൻ മുറ്റം ഒന്നാകെ വിറച്ചു. അവൻ അവളുടെ കൈകൾ തട്ടിപ്പിടിച്ച് അവളെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. അവൻ്റെ കണ്ണുകൾ ദേഷ്യവും അറപ്പും കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. എൻ്റെ കൺമുന്നിൽ പോലും ഇനി നിന്നെ കണ്ടുപോകരുത്, അവൻ വിരൽ ചൂണ്ടി വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. നിന്റെ ഈ വൃത്തികെട്ട മുഖം ഇനി ഞാൻ കണ്ടുപോയാൽ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല. ഇറങ്ങി പൂടി എൻ്റെ മുന്നിൽ നിന്ന്. രുദ്രൻ്റെ ആ ഭാവം കണ്ട് അശ്വതി ഭയന്നു പിന്മാറി. രുദ്രൻ തിരിഞ്ഞു നോക്കാതെ വണ്ടിയിലേക്ക് കയറി. പിന്നീടുള്ള ദിവസങ്ങൾ രുദ്രന് നരകതുല്യമായിരുന്നു. രാപ്പകലുകൾ മാറി മറിഞ്ഞുവെങ്കിലും അവൻ്റെ ഉള്ളിലെ ശാന്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഓഫീസിൽ പോയാൽ ഫയലുകളിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ വന്ന ഒരിടത്തും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല. അവനാകെ തകർന്നു പോയിരുന്നു. ഏറ്റവും കൂടുതൽ അവനെ അസ്വസ്ഥനാക്കിയത് ആ വലിയ തറവാട് വീടായിരുന്നു. കണ്ണടച്ചാലും തുറന്നാലും അവൻ്റെ ഉള്ളിൽ തെളിയുന്നത് നന്ദിനിയുടെ മുഖമായിരുന്നു. ആ ഇടനാഴിയിലൂടെ തല താഴ്ത്തി വിനയത്തോടെ നടന്നകലുന്ന നന്ദിനി. താൻ എന്ത് ദേഷ്യപ്പെട്ടാലും ഒരു വാക്കുപോലും എതിർത്ത് പറയാതെ നിശബ്ദയായി നിൽക്കുന്ന തൻ്റെ നന്ദിനി. ഒടുവിൽ രോഗിയായ സ്വന്തം അമ്മയുടെ മുന്നിൽ തൻ്റെ മാനം കാക്കാൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് കണ്ണീരൊഴുക്കിയ ആ നിഷ്കളങ്കയായ പെൺകുട്ടി. വീടിൻ്റെ ഓരോ മൂലയിലും അവന് നന്ദിനിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അവൻ അറിയാതെ ആ മുറികളിലൊക്കെ അവളെ തിരഞ്ഞുപോയി. എന്തുകൊണ്ടാണിങ്ങനെ? അവൻ തലയിൽ കൈവച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോവാൻ താൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് അവൾ. തടസ്സങ്ങളെല്ലാം മാറി അവൾ ഇറങ്ങിപ്പോയിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് ശ്വാസം മുട്ടുന്നത്? എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സ് അവളെ മാത്രം തേടി അലയുന്നത്? അതൊരു വെറും അനുകമ്പ മാത്രമായിരുന്നില്ല, മറിച്ച് തിന്മകൾക്കിടയിൽ താൻ കണ്ടുമുട്ടിയ ഏറ്റവും നിർമ്മലമായ ആത്മാവിനോട് അവൻ്റെ ഉള്ളിൽ തോന്നിയ ആഴമേറിയ സ്നേഹമായിരുന്നു. അവളോടുള്ള കുറ്റബോധവും അനുരാഗവും ചേർന്ന് അവൻ്റെ ഉറക്കം കെടുത്തി. രുദ്രൻ്റെ ഈ അവസ്ഥ ശ്യാമളയും കാണുന്നുണ്ടായിരുന്നു. മകൻ ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ ഒരു നിഴൽ പോലെ നടക്കുന്നത് ആ അമ്മയുടെ ഉള്ളം പൊള്ളിച്ചു. പക്ഷെ അവൻ ചെയ്ത തെറ്റുകൾക്ക് അവൻ അനുഭവിക്കട്ടെ എന്ന് കരുതി ശ്യാമള ഒന്നും മിണ്ടാതെ മാറി നിന്നു. ഒടുവിൽ ആ മാനസിക സമ്മർദ്ദം സഹിക്കാവുന്നതിലും അപ്പുറമായി മാറി. ഒരു ദിവസം രാത്രി തളർന്ന അവശനായ രുദ്രൻ ശ്യാമളയുടെ മുറിയിലേക്ക് കടന്നു വന്നു. അവൻ ആ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. അമ്മേ, അവനൊരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി. എനിക്ക് വയ്യ അമ്മേ, എനിക്ക് ശ്വാസം മുട്ടുന്നു, എൻ്റെ നെഞ്ച് പിളരുന്നത് പോലെ തോന്നുന്നു. ശ്യാമള കഠിനമായ മുഖത്തോടെ മകനെ നോക്കി. എന്താ രുദ്ര, എനിക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്? നിൻ്റെ വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറിയില്ലേ? ഇനി നിനക്ക് സന്തോഷമായി ജീവിക്കാമായിരുന്നില്ലേ? ഇല്ല അമ്മേ. രുദ്രൻ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കരഞ്ഞു. എനിക്ക് നന്ദിനിയെ വേണം അമ്മേ. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഞാൻ അന്ധനായിരുന്നു. എനിക്ക് ആ പാവത്തിൻ്റെ വില മനസ്സിലായില്ല. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അമ്മേ. പ്ലീസ്, അമ്മ പോയി നന്ദിനിയെ തിരികെ വിളിക്കണം. അമ്മ പറഞ്ഞാൽ അവൾ വരും. ശ്യാമള മകൻ്റെ തല തൻ്റെ മടിയിൽ നിന്നും പതുക്കെ മാറ്റി നിർത്തി.
അവളുടെ കണ്ണുകളിലും ഈറനണിഞ്ഞിരുന്നുവെങ്കിലും സ്വരത്തിൽ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. ഇല്ല രുദ്ര, ശ്യാമള ശാന്തമായി പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ആ വീടിൻ്റെ പടി കയറില്ല. ആ പാവം പെൺകുട്ടിയുടെയും അവളുടെ അമ്മയുടെയും കാല് പിടിച്ച് ഇരക്കാൻ ഞാൻ വരില്ല. രുദ്രൻ അമ്പരപ്പോടെ സ്വന്തം അമ്മയെ നോക്കി. അന്ന് അവൾ ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയത് സ്വന്തം ആത്മാഭിമാനം കാക്കാനാണ്. നീ കൊടുത്ത അപമാനവും സഹിച്ചാണ് അവൾ പോയത്. അതുകൊണ്ട് നിനക്ക് അവളെ വേണമെങ്കിൽ, നിന്റെ തെറ്റ് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ പോണം. നീ തന്നെ ആ അമ്മയുടെയും മകളുടെയും കാല് പിടിച്ച് കരഞ്ഞ് ക്ഷമ ചോദിക്കണം. നിന്റെ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് അവളെ സ്വന്തം കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിന് നിനക്ക് കഴിയുമെങ്കിൽ മാത്രം നീ പോവുക, അല്ലാതെ എൻ്റെ തണലിൽ ഒളിക്കാൻ നോക്കണ്ട. അമ്മയുടെ വാക്കുകൾ രുദ്രൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. തൻ്റെ തെറ്റുകൾക്ക് പരിഹാരം കാണേണ്ടത് താൻ തന്നെയാണെന്ന തിരിച്ചറിവ് അവനുണ്ടായി. അവൻ കണ്ണീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ തകർത്ത നന്ദിനിയുടെ ജീവിതം തിരികെ നൽകുക. ആ പാവത്തിൻ്റെ കാലു പിടിച്ചാണെങ്കിലും അവളോട് മാപ്പ് പറഞ്ഞ് സ്വന്തമാക്കുക. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ രുദ്രൻ ആ കൊച്ചു വീട് ലക്ഷ്യമാക്കി കാറോടിച്ചു. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പരിഭ്രമവും തുടിപ്പും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ താൻ കാണിച്ച അനീതികൾ ഓർക്കുമ്പോൾ നെഞ്ചു വിങ്ങുന്നുണ്ടെങ്കിലും നന്ദിനിയെ തിരികെ സ്വന്തമാക്കുമെന്ന ദൃഢനിശ്ചയം അവനിലുണ്ടായിരുന്നു. കാർ ചെന്നു നിന്നത് യശോദയുടെ കൊച്ചുവീടിൻ്റെ മുറ്റത്തായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് നന്ദിനിയാണ് മുമ്മറത്തേക്ക് ഇറങ്ങി വന്നത്. വാതിൽക്കൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ അത്ഭുതം തെളിഞ്ഞു. എന്നാലും ഒട്ടും പരിഭവം കാണിക്കാതെ അവൾ ശാന്തമായി അവനെ നോക്കി. രുദ്രേട്ടനോ? അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. രുദ്രൻ കാറിൽ നിന്നിറങ്ങി പതുക്കെ ഉമ്മറത്തേക്ക് കയറി. ശബ്ദം കേട്ട് അകത്ത് നിന്ന് യശോദയും ഇറങ്ങി വന്നു. രുദ്രനെ അവിടെ തീർത്തും അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ആ അമ്മയുടെ മുഖം കടുത്തു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? യശോദ തണുത്ത മട്ടിൽ ചോദിച്ചു. എൻ്റെ മകളെ ഇനി അപമാനിക്കാൻ ബാക്കി വല്ലതുമുണ്ടോ? രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ മുന്നോട്ട് വന്ന് യശോദയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ആ രോഗിയായ അമ്മയുടെ വിറക്കുന്ന 2 കൈകളും അവൻ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് മണപൊട്ടി ഒഴുകിയ കണ്ണീർ യശോദയുടെ കൈകളിലേക്ക് പറ്റിപ്പടർന്നു. അമ്മേ, രുദ്രൻ്റെ ശബ്ദം ഇടറി. എന്നോട് ക്ഷമിക്കണം അമ്മേ. ഞാൻ ആ പാവത്തിനോടും അമ്മയോടും ചെയ്ത സകല തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. അന്ന് സമൂഹ വിവാഹ വേദിയിൽ വെച്ച് ഒട്ടും താല്പര്യമില്ലാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ഇന്ന് അവളില്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മേ. രുദ്രൻ്റെ കരച്ചിലും വാക്കുകളും കേട്ട് യശോദയും നന്ദിനിയും വിശ്വസിക്കാനാവാതെ തടിച്ചു നിന്നുപോയി. രുദ്രൻ യശോദയുടെ കൈകൾ മാറോട് അടക്കിപ്പിടിച്ച് തുടർന്നു. ഇത് എൻ്റെ അമ്മയോ വലിയച്ഛനോ പറഞ്ഞു വിട്ടിട്ട് വരുന്നതല്ല അമ്മേ. പൂർണ്ണ മനസ്സോടെ എൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരമാണ് ഞാൻ വന്നത്. നന്ദിനിയെ എൻ്റെ ഭാര്യയായി, എൻ്റെ ജീവിതത്തിൻ്റെ പാതിയായി ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മയുടെ മകളെ എനിക്ക് തിരികെ തരുമോ അമ്മേ? രുദ്രൻ്റെ ഉള്ളിലെ കുറ്റബോധവും അവൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥതയും കണ്ടപ്പോൾ യശോദയുടെ മനസ്സ് പതുക്കെ അലിയാൻ തുടങ്ങി. യശോദ അവൻ്റെ തോളിൽ തൊട്ട് മെല്ലെ എഴുന്നേൽപ്പിച്ചു. മോനെ. ആ അമ്മയുടെ ശബ്ദമിടറി. എൻ്റെ മകൾക്ക് പണത്തിൻ്റെയോ പത്രാസിൻ്റെയോ പിൻബലമില്ലായിരിക്കാം. പക്ഷെ ദാരിദ്ര്യത്തിലും അവളെ ഞാൻ പൊന്നുപോലെ തന്നെയാണ് നോക്കി വളർത്തിയത്. അവൾ എനിക്കൊരിക്കലും ഒരു ഭാരമല്ല. നിനക്ക് എന്തെങ്കിലും അവളൊരു ഭാരമാണെന്ന് തോന്നിയാൽ ദൈവത്തെ ഓർത്ത് അവളെ ഉപദ്രവിക്കരുത്. തിരികെ എൻ്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചേക്കണം. ഒരിക്കലുമില്ല അമ്മേ. രുദ്രൻ യശോദയുടെ വാക്കുകൾ തടഞ്ഞു. ഇനിയൊരു കാലത്തും നന്ദിനിക്ക് ഒരു സങ്കടവും ഞാൻ വരുത്തി വെക്കില്ല. അവളെ എൻ്റെ ജീവനായി ഞാൻ നോക്കിക്കോളാം. ഇതെൻ്റെ ഉറപ്പാണ്. യശോദ നിറഞ്ഞ കണ്ണുകളോടെ നന്ദിനിക്ക് നേരെ തിരിഞ്ഞു. നന്ദിനി വിതുമ്പിക്കൊണ്ട് സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. രുദ്രൻ പതുക്കെ നന്ദിനിയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽക്കൽ ചെന്ന് നിന്ന് അവൻ അവളെ ഒന്ന് നോക്കി. ജനലിലൂടെ പുറത്തേക്ക് നോക്കി വിതുമ്പുകയായിരുന്നു അവൻ. നന്ദിനി, രുദ്രൻ പതുക്കെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. രുദ്രേട്ട എന്തിനാ വെറുതെ ഈ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കുന്നത്? ശ്യാമളമ്മ നിർബന്ധിച്ചിട്ടാണ് രുദ്രേട്ട ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു രുദ്രേട്ട. താൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് വന്നതെന്ന് അവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് രുദ്രന് മനസ്സിലായി. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ തോളിൽ കൈവച്ച് തന്നെ നേരെ തിരിച്ചു. നിനക്ക് തെറ്റി നന്ദിനി. രുദ്രൻ അവളുടെ പിറക്കുന്ന മുഖത്തേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. ആരുടെയും നിർബന്ധം കൊണ്ടല്ല ഞാൻ വന്നത്. അമ്മയോ വലിയച്ഛനോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുമില്ല. അന്ന് നീ ഈ വീടിൻ്റെ പടിയിറങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് വെളിച്ചം പോയത്. നിൻ്റെ അഭാവമാണ് എന്നെ അത് പഠിപ്പിച്ചത്. നീ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ, എൻ്റെ സ്നേഹത്തോടെ മാത്രമാണ് ഞാൻ നിന്നെ തേടി വന്നത്. അത്രയും പറഞ്ഞു നിർത്തിയതും അവൻ അവളുടെ നെറ്റിയിലും കവിളിലും മൃദുവായി ഉമ്മ വെച്ചു കഴിഞ്ഞിരുന്നു. നന്ദിനി പകച്ചുപോയി.
തനിക്ക് ചുറ്റും നടക്കുന്നത് വിശ്വസിക്കാൻ പോലും ആവാതെ അവൾ തരിച്ചു നിന്നു. രുദ്രൻ്റെ കണ്ണുകളിലെ സ്നേഹവും സത്യസന്ധതയും കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ ചെറുത്തുനിൽപ്പുകളെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോയിരുന്നു. അന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി കണ്ണീരോടെ യശോദയോട് യാത്ര പറഞ്ഞ് നന്ദിനി രുദ്രൻ്റെ കൂടെ ഇറങ്ങി. തറവാട്ടു വീട്ടിൽ അവർ വന്നിറങ്ങുമ്പോൾ ശ്യാമള പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന നന്ദിനിയെ കണ്ടതും ശ്യാമളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ അമ്മ ഓടിച്ചെന്ന് നന്ദിനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. മോളെ, തിരികെ വന്നല്ലോ, അമ്മയോട് ക്ഷമിക്കണം മോളെ. ശ്യാമള അവളുടെ തലയിൽ തലോടി. നന്ദിനിയും അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു കരഞ്ഞു. ഇല്ല അമ്മേ, എനിക്ക് ആരോടൊരു പരാതിയുമില്ല. ഇനി ഈ അമ്മയെ വിട്ടു പോകരുത് കേട്ടോ. ശ്യാമള അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. വീടൊന്നാകെ വീണ്ടും സന്തോഷത്താൽ നിറഞ്ഞു. അന്ന് രാത്രി രുദ്രൻ തൻ്റെ മുറിയിൽ നന്ദിനിയെ കാത്തിരിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഈ മുറിയിലുണ്ടാവുമെന്ന സന്തോഷത്തിൽ അവൻ്റെ നെഞ്ച് പടപട എന്ന് മിടിച്ചു. പക്ഷേ സമയം ഓരോന്ന് കഴിയുമ്പോഴും അവളെ കാണാനില്ലായിരുന്നു. രാത്രി 10 മണിയായി, 11 മണിയായി, നന്ദിനി മുറിയിലേക്ക് വന്നതേയില്ല. ക്ഷമകെട്ട രുദ്രൻ പതുക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇടനാഴിയിലൂടെ നടന്ന് ശ്യാമളയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നോക്കി അവൻ അമ്പരന്നു പോയി. അവിടെ ശ്യാമള അമ്മയുടെ നെഞ്ചോട് ചേർന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു നന്ദിനി. രുദ്രൻ്റെ മുഖത്ത് വല്ലാത്തൊരു നിരാശയും ഒപ്പം സ്വയം തോന്നിയൊരു ചിരിയും വന്നു. ഇത്രയും നാൾ ഞാൻ തല്ലി ഓടിച്ചതല്ലേ, അവൾ സ്വയം ഇങ്ങോട്ട് ഇറങ്ങി വരില്ലായിരിക്കും. ഞാൻ പോയി വിളിച്ചാലേ വരൂ, അവൻ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും ആ രാത്രി അവളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി അവൻ തനിയെ സ്വന്തം മുറിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ രുദ്രൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. നന്ദിനി അവനുള്ള പ്രാതലും ചൂട് ചായയും മേശപ്പുറത്തേക്ക് എടുത്തു വെക്കുകയായിരുന്നു. രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ തന്നിൽ തട്ടാതിരിക്കാൻ അവൾ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ ചെറിയൊരു പരിഭവത്തോടെ അവളെ നോക്കി. ചിലർക്ക് ആരോടും ഒരു സ്നേഹവുമില്ല, ഞാൻ മാത്രം രാത്രി മുഴുവൻ തനിച്ചായിരുന്നു, രുദ്രൻ പതുക്കെ പറഞ്ഞു. നന്ദിനി പ്ലേറ്റ് വെക്കുന്നതിനിടയിൽ ഒന്ന് പതറി. അവൾ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. എന്താ രുദ്രേട്ട പറയുന്നേ? അവൾ സ്വരം താഴ്ത്തി ചോദിച്ചു. പിന്നെന്താ, ഞാൻ ഇന്നലെ എത്ര സമയം നിന്നെ കാത്തിരുന്നു എന്നറിയാവോ? രുദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കള്ളച്ചിരിയോടെ ചോദിച്ചു. ഇന്നലെ രാത്രി നീ എന്താ എൻ്റെ മുറിയിലേക്ക് വരാതിരുന്നത്? അമ്മയുടെ കൂടെ കിടക്കാൻ അത്രക്കും കൊതിയായിരുന്നു. രുദ്രൻ്റെ ചോദ്യവും നോട്ടവും കണ്ടതും നന്ദിനിയുടെ കവിളുകൾ ചുവന്നു തുടുത്തു. ഞാൻ അമ്മയുടെ കൂടെ, അവൾ വാക്കുകൾ കിട്ടാതെ തപ്പിയെടുത്തു. അമ്മയുടെ കൂടെ നീ മുന്നേ കിടന്നതല്ലേ? ഞാൻ ഇന്നലെ എത്ര പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നതെന്നറിയാവോ? രുദ്രൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചപ്പോൾ നന്ദിനിക്ക് നാണം കാരണം അവിടെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ കയ്യിലെ ട്രേയും എടുത്ത് വേഗത്തിൽ അടുക്കളയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. രുദ്രൻ അവളുടെ നാണം കണ്ട് ചിരിച്ചുപോയി. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. അന്ന് രാത്രിയും രുദ്രൻ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും നന്ദിനിക്കുള്ളിലെ നാണവും ഭയവും കാരണം രുദ്രൻ്റെ മുറിയിലേക്ക് വരാൻ ധൈര്യം വന്നില്ല. അന്നും അവൾ ശ്യാമളമ്മയുടെ മുറിയിൽ തന്നെയാണ് ഉറങ്ങാൻ കിടന്നത്. രുദ്രൻ വീണ്ടും തനിയെ അവളുടെ ഓർമ്മകളുമായി ആ വലിയ ബെഡിൽ നിരാശയോടെ കിടന്നു. ഒരാഴ്ച കടന്നുപോയി. ഓരോ രാത്രിയും നന്ദിനി തൻ്റെ മുറിയിലേക്ക് വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന രുദ്രൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. പകൽ മുഴുവൻ നാണത്തോടെ തൻ്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കുകയും രാത്രിയാവുമ്പോൾ അമ്മയുടെ കൂടെ ഉറങ്ങുകയും ചെയ്യുന്ന ഭാര്യയെ ഓർത്ത് അവന് ചെറിയൊരു ദേഷ്യവും ഒപ്പം അടക്കാനാവാത്ത പ്രണയവും തോന്നി. ഇനിയും കാത്തിരുന്നാൽ ശരിയാവില്ലെന്ന് അവൻ ഉറപ്പിച്ചു. അന്ന് രാത്രി വീടൊന്നാകെ നിശബ്ദതയിൽ ആണ്ടുപോയ സമയം ശ്യാമളയുടെ മുറിയിലെ വാതിൽ അല്പം ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. രുദ്രൻ ശബ്ദമുണ്ടാക്കാതെ കാലടികൾ വെച്ച് ആ മുറിക്കുള്ളിലേക്ക് കടന്നു. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. അതിനടുത്ത് രുദ്രന് പുറംതിരിഞ്ഞു കിടക്കുകയായിരുന്നു നന്ദിനി. രുദ്രൻ അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ ഭംഗിയുള്ള കഴുത്തിലേക്ക് അവൻ പതിയെ ആഞ്ഞു ശ്വാസം ഊതി. ശരീരത്തിൽ തണുത്ത കാറ്റേറ്റതുപോലെ നന്ദിനി പെട്ടെന്ന് കണ്ണു തുറന്നു. ആരോ അടുക്കലുണ്ടെന്നറിഞ്ഞ് അവൾ തിരിയാൻ തുടങ്ങിയതും രുദ്രൻ അവളുടെ വായ തൻ്റെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചിരുന്നു. അവൾ ഭയത്തോടെ കണ്ണുകൾ വിടർത്തി. ശബ്ദമുണ്ടാക്കരുത് എന്ന് കണ്ണുകൾ കൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് അവൻ ആ നിമിഷം തന്നെ അവളെ വാരിയെടുത്ത് തൻ്റെ മാറോട് അടക്കി പിടിച്ചു. അപ്രതീക്ഷിതമായി ഉയർത്തപ്പെട്ടപ്പോൾ പേടിയോടെ നന്ദിനി അവൻ്റെ കഴുത്തിൽ ഇരു കൈകൾ കൊണ്ടും മുറുക്കെ ചുറ്റിപ്പിടിച്ചു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖം കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണതുപോലും. രുദ്രേട്ട, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ഒച്ചയില്ലാതെ വിളിച്ചു. എന്നെ ഒന്ന് താഴെ ഇറക്ക്, അമ്മ ഉണരും. മിണ്ടാതിരിക്കു പെണ്ണെ, അവൻ അവളുടെ കാതോരം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. മതി, ഇത്രയും നാൾ അമ്മയുടെ കൂടെ കിടന്നത് മതി. ഇനി എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കിടന്നാൽ മതി. രുദ്രേട്ട പ്ലീസ്, അവൾ അവനെ നോക്കി യാചിച്ചെങ്കിലും രുദ്രൻ അതൊന്നും കൂട്ടാക്കിയില്ല. അവളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ സ്വന്തം ബെഡ്റൂമിലേക്ക് നടന്നു.
ഉള്ളിൽ കടന്നതും അവൻ കാലുകൊണ്ട് വാതിൽ പിന്നിലേക്ക് തട്ടിയടച്ചു. ആ സമയം അത്രയും അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. നന്ദിനിയെ അവൻ ബെഡിലേക്ക് പതിയെ കിടത്തി. അവളുടെ ചുറ്റും അവൻ തൻ്റെ കരങ്ങൾ അമർത്തി അവൾക്ക് മുകളിലേക്ക് പതുക്കെ ചാഞ്ഞു. എന്താടി നിന്റെ വിചാരം? എന്നെ ഇത്രയും ദിവസം തനിച്ചാക്കി അവിടെ പോയി കിടക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? അവൻ്റെ സ്വപ്നത്തിൽ പരിഭവവും പ്രണയവും നിറഞ്ഞു നിന്നു. രുദ്രൻ തൻ്റെ വിരലുകളാൽ അവളുടെ കവിളിൽ പതുക്കെ തൊട്ടു. അവളുടെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു. ഇനി എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല നന്ദിനി. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. അവൻ്റെ ആഴമുള്ള നോട്ടത്തിന് മുന്നിൽ നന്ദിനി ആകെ തളർന്നുപോയി. രുദ്രൻ പതിയെ താഴേക്ക് കുനിഞ്ഞ് അവളുടെ അരുമയായ ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. ആദ്യമൊന്ന് വിടച്ചെങ്കിലും നന്ദിനി തൻ്റെ കരങ്ങൾ ഉയർത്തി അവൻ്റെ മുടിയിഴകളിൽ കോർത്തു പിടിച്ചു. അവൻ്റെ പ്രണയത്തിന് അവൾ പൂർണ്ണമായും കീഴടങ്ങി. പിന്നീട് ആ മുറിയിൽ പരസ്പരം കൈമാറിയത് ആഴമേറിയ അനുരാഗത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഇത്രയും നാൾ മനസ്സിൽ സൂക്ഷിച്ച സകല വിരഹവും സങ്കടവും ആ സ്പർശനങ്ങളിൽ അലിഞ്ഞില്ലാതെയായി. അവൻ അവളെ സ്വന്തം പ്രാണനായി മാറോടടക്കി. നന്ദിനിക്ക് അവൻ നൽകിയ ഓരോ ഉമ്മകളിലും ഓരോ തഴുകലിലും ആത്മാർത്ഥമായ സ്നേഹം മാത്രം തുടിച്ചു നിന്നു. തണുത്ത രാത്രി അവളുടെ പ്രണയത്തിൻ്റെ ചൂടിൽ അലിഞ്ഞു ചേർന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യരശ്മികൾ ജനലിലൂടെ മുറിക്കുള്ളിലേക്ക് പതിയുമ്പോൾ രുദ്രൻ്റെ വിസ്താരമേറിയ നെഞ്ചിൽ തലവെച്ചുറങ്ങുകയായിരുന്നു നന്ദിനി. രുദ്രൻ കണ്ണു തുറന്ന് തൻ്റെ നെഞ്ചിലേക്കൊന്ന് നോക്കി. താൻ കെട്ടിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ പെണ്ണ്. അവളുടെ മുഖത്ത് പൂർണ്ണമായ സമാധാനവും സംതൃപ്തിയും ഉണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ആ സ്പർശനത്തിൽ നന്ദിനി പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഇന്നലത്തെ രാത്രിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരച്ചു കയറി. അവൾ പെട്ടെന്ന് നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. രുദ്രൻ ഉറക്കി ചിരിച്ചുകൊണ്ട് അവളെ കൂടുതൽ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഇനി എങ്ങോട്ടും ഓടാൻ നോക്കണ്ട, ഈ നെഞ്ചിൽ തന്നെയാണ് നിന്റെ സ്ഥാനം. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പയ്യെ പറഞ്ഞു. വിധി കൊണ്ടുവന്ന് നിർത്തിയ വഴികളിൽ തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ കൊടുങ്കാറ്റുകളും അടങ്ങി പരസ്പരം തിരിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെ തണലിൽ രുദ്രൻ്റെയും നന്ദിനിയുടെയും ജീവിതം പുതിയൊരു പുലരിയിലേക്ക് സന്തോഷത്തോടെ ആരംഭിച്ചു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.